ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ 21 ഡേയ്സ് മീറ്റ് ന്യൂ യു ചാലഞ്ചിന്റെ സെക്കൻഡ് വീക്കിലോട്ട് കടന്നിരിക്കുകയാണ്. എല്ലാവരും ഒത്തിരി ആക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിസംബറിലെ ലാസ്റ്റ് ചാലഞ്ച് ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് വളരെ സിൻസിയർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഗ്രൂപ്പുകളിലാണ്. കമ്മ്യൂണിറ്റി 1, കമ്മ്യൂണിറ്റി 2, അതുപോലെ തന്നെ 21 ഡേയ്സിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത വാട്സ്ആപ്പ് ഗ്രൂപ്പ്, എല്ലാത്തിലും പ്ലേറ്റ് പിക്ചേഴ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കുറെ കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളുണ്ട്. ഇപ്പോഴും ഈ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വണ്ടർ അടിക്കാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ട് പോലും ഒരുപാട് പേരിലേക്ക് അത് റീച്ച് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയില്ല വീഡിയോ കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ക്ഷമയോടെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാം. ഞാൻ ഇടുന്ന വീഡിയോസ് ചിലതൊക്കെ ലോങ്ങർ ആയിട്ട് പോകാറുണ്ട്, ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ ആയി പോകാറുണ്ട്. പക്ഷെ കഴിയുന്നതും വീഡിയോ ഞാൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ ചുരുക്കാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പൊ അതുപോലും ലോങ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ചെലവാക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ എങ്ങനെ നിങ്ങൾ ഫിറ്റ്നസ് ജേണിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും? അപ്പോൾ ആ ഒരു 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. വളരെ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. ഇപ്പോഴും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറയാ, ഫാസ്റ്റിംഗ് ടൈമിൽ വെള്ളം കുടിക്കാൻ പാടുണ്ടോ, വെള്ളം കുടിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഷുഗർ ഇട്ട ചായ കുടിക്കാമോ, വളരെ ചെറിയ രീതിയിൽ ഷുഗർ ഇട്ടിട്ട് ചായ കുടിക്കാമോ, പിന്നെ ചിയാ സീഡ് ഇട്ടുള്ള വെള്ളം കുടിക്കാം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് സീരീസ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അതിനകത്ത് ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വീഡിയോ കാണുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വീഡിയോ കാണാനായിട്ട് നോക്കുക. കാരണം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ്, അതിന്റെ ബേസിക് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. കുറച്ച് 2 ദിവസം മുമ്പ് എങ്ങാനും നമ്മുടെ 21 ഡേയ്സ് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഫീഡിംഗ് മദറാണ് 8-16 പാറ്റേൺ ചെയ്യാമോ? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 8-16 പാറ്റേൺ ഫീഡിംഗ് മദേഴ്സ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കുള്ള പാറ്റേൺ 12-12 പാറ്റേൺ അല്ലെങ്കിൽ 10-14 പാറ്റേൺ ആണ്. ടീനേജേഴ്സും അത് ഫോളോ ചെയ്യണം. ഞാൻ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്നിട്ടും വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് വീഡിയോ കാണുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ മീനിങ്. അതും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഒന്നല്ല പറഞ്ഞിരിക്കുന്നത്, തുടക്കത്തിൽ ആ ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ 2 മിനിറ്റ് പോലും വീഡിയോ കാണാതെയാണ് ഈ ചാലഞ്ച് ഒക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് പ്രോസസ്സ് അറിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി വീക്ക് 2ലേക്കുള്ള മീൽ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഇപ്പം ഈ ഒരു 1 വീക്കിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഇഞ്ച് ലോസും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. 3 kgs ഒക്കെ കുറഞ്ഞവരുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാതെ നമ്മുടെ കോമ്പറ്റീഷനിൽ പാർട്ടായിട്ടുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൺഡേ ആകുമ്പോഴേക്കും ഒരു ഗൂഗിൾ ഫോം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് വീക്ക് 1 നിങ്ങൾ എന്തൊക്കെ ചെയ്തു, ഡയറ്റ്, വർക്കൗട്ട്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിൽ നിന്ന് എൻട്രീസ് എടുത്തിട്ടായിരിക്കും ആ ഫൈനൽ എൻട്രീസ് ഒക്കെ നോക്കി നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. 3 വിന്നേഴ്സിന്, ഒരു വിന്നറിന് എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, 3000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ആണ്. ബാക്കിയുള്ള 2 വിന്നേഴ്സിനും നമ്മൾ ബിഫിറ്റ് ഹാപ്പി വൈബ്സിന്റെ ക്ലബ് മെമ്പർഷിപ്പ് ആയിരിക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എൻട്രീസ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഗൂഗിൾ ഫോം ഞാൻ സൺഡേ 8-ന് തരുന്നതായിരിക്കും. ഒരു ഡിസംബർ 9th ഒരു 8 PM തന്നെ നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വീക്ക് 2ലേക്കുള്ള മീൽ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വീക്ക് 2ലെ മീൽ പ്ലാനും ഏകദേശം വീക്ക് 1 പോലെ തന്നെയാണ്. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന മീൽ പ്ലാൻ ആണ്. കുറച്ച് ബേസിക് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വീക്ക് 2 മീൽ പ്ലാനിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ 2025 ജനുവരിയിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമുക്ക് 90 ഡേയ്സ് പ്ലാൻ, 60 ഡേയ്സ് പ്ലാൻ, അതുപോലെ തന്നെ 4 വീക്സ് പ്ലാനുകളൊക്കെ തന്നെ ഉണ്ട്. EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെയിറ്റ് ലോസ് മാത്രമല്ല, നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ, PCOD ഉണ്ടെങ്കിൽ, അതുപോലെ PCOS ഇഷ്യൂസ്, പിന്നെ ഡയബറ്റിക്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും റിവേഴ്സ് ചെയ്യാനായിട്ട്, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാനായിട്ട് ഒക്കെയാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ജസ്റ്റ് വെയിറ്റ് ലോസ് മാത്രമല്ല,
ഒരു ലൈഫ് സ്റ്റൈൽ ഫിക്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ വണ്ണം കുറയ്ക്കാനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ റിവേഴ്സ് ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇനി വീക്ക് 2 ഡയറ്റ് പ്ലാനിലോട്ട് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. കലോറി ഡെഫിസിറ്റിലൂടെ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പോർഷൻ കൺട്രോളും. പക്ഷേ പലരും ഈ പോർഷൻ കൺട്രോളും കലോറി ഡെഫിസിറ്റും ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ അവർക്ക് ലാക്ക് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഡയറ്റ് പ്ലാൻ തന്നെ പലരും ഇന്ന ഫുഡിന് പകരം ഇന്ന ഫുഡ് എടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ തരുന്ന ഡയറ്റ് പ്ലാൻ ആണെങ്കിൽ അത് ബാലൻസ്ഡ് ആയിരിക്കും, എല്ലാ മീൽസും ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഇഷ്ടത്തിലേക്കാക്കി മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പം അത് ബാലൻസ്ഡ് അല്ലാതെ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമുക്ക് കലോറി ഡെഫിസിറ്റ് ഡയറ്റും അതുപോലെ തന്നെ ഒരു പോർഷൻ കൺട്രോളും ഉണ്ടെങ്കിലേ വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ്ലി നല്ലപോലെ പോർഷൻ കൺട്രോൾ ചെയ്ത് എക്സ്ട്രീം കലോറി ഡെഫിസിറ്റിലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അതില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഡയറ്റ് പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെയുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും ഇപ്പോഴും തരുന്നത്. അപ്പൊ PCOD, തൈറോയ്ഡ് അങ്ങനത്തെ എല്ലാ കണ്ടീഷൻസും കൺസിഡർ ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് റൈറ്റ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മീൽ പ്ലാൻ ആയിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ എന്താ പറയുക, ഒരുവിധം എല്ലാ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒന്നും ലാക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും നമ്മൾ വീക്ക് 2 തരാനായിട്ട് പോകുന്നത്. നമ്മുടെ മീൽ പ്ലാന്റെ കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീന്, ഹെൽത്തി ഫാറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ടാവും. അതായത് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും നമ്മൾ ഇത്തവണ വീക്ക് 2 നമ്മൾ തരുന്ന. വീക്ക് 1 അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ വീക്ക് 1 ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് വരുമ്പം ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്കൊരു തലവേദന പോലെയും അല്ലെങ്കിൽ ഒരു ലോ എനർജി പോലെയും ബ്ലോട്ടിംഗ് പോലെയും ഒക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു എന്താ പറയുക കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. കലോറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് അത്രയും കലോറീസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമ്മുടെ ബോഡി കാണിക്കാതിരിക്കില്ല. അതായിരിക്കാം ഈ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ലോ എനർജി ഒക്കെ. അപ്പോൾ അത് എന്തായാലും ആദ്യത്തെ ഇതൊരു പാർട്ടാണ്, നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ഗെയിമിന്റെ ഒരു പാർട്ടാണ് ഈ തലവേദനയും കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ആഴ്ച എന്തായാലും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ബോഡി പെയിനും മസിൽ പെയിനും ഉണ്ട്. ഇതൊക്കെ നോർമലാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാനോ വർക്ക്ഔട്ട് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും തന്നെ പാടില്ല. വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 1 വീക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടലി എനർജൈസ്ഡ് ആവും. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല. എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് കീ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് ഡയറ്റിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫാൻസി ഐറ്റമോ നിങ്ങൾക്ക് കിട്ടാത്ത സംഭവങ്ങളോ ഒന്നും തന്നെ ഡയറ്റിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വെറൈറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്, സിംപ്ലിസിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്, എപ്പോഴും ഡിന്നർ ഒരേ ഓപ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരേ ഓപ്ഷൻ ആയിരിക്കും. ഈ രീതിയിൽ ചെയ്യുന്നത് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പം അവരുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരേ ഫുഡ് ഐറ്റംസ് കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് കഴിച്ചിട്ട് മാക്സിമം ന്യൂട്രിയൻസ് നമുക്ക് ബോഡിക്ക് കിട്ടാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മീൽ പ്ലാൻ ആണ്. അതേസമയം നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഈ ഡയറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ പോർഷൻ കൺട്രോളിന്റെ കാര്യമാണ്. പോർഷൻ കൺട്രോൾ നിങ്ങൾക്ക് അറിയാലോ, കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് പോർഷനിൽ തന്നെ നിങ്ങൾ റൈസും ചപ്പാത്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് പോർഷനിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ മീൽ പ്ലാന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. ഒരു മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാവും, ഒരു റിഫ്രഷിംഗ് മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് ഡ്രിങ്കിൽ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ മതിയാവും കേട്ടോ. എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക്, അതായത് നമ്മൾ ഈ ടീ കോഫി ഒക്കെ കുടിക്കുന്നതിന് പകരം മോർണിംഗ് ഡ്രിങ്ക് വാട്ടർ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ്, അത് ഞാൻ ഡയറ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാലും മതിയോ. പിന്നെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ബ്രെയിനിന്റെ ഫുഡാണ്. നിങ്ങൾ ഓരോ മീൽസ് സ്കിപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ മെറ്റബോളിസം ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ഒരു മീൽസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒരു 5 മീൽ പാറ്റേണിലാണ് നമ്മുടെ മീൽ പ്ലാൻ നമ്മൾ തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു ഹോൾസം ലഞ്ച് ഉണ്ടാവും. അതിനകത്ത് പ്രോട്ടീനും വെജിറ്റബിൾസും കാർബ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും, ഒരു ലഞ്ച് ആയിരിക്കും നമ്മൾ തരുന്നത്. പിന്നെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പക്ഷെ അതേസമയം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ ആയിരിക്കും നമ്മൾ ഈ ഒരു ഡയറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡേ 7 ആകുമ്പോഴേക്കും, നമ്മൾ കഴിഞ്ഞ ഡേ 7 അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പ്രാവശ്യം നമ്മൾ ഡേ 7 ആകുമ്പോഴേക്കും ഒരു ഡീടോക്സ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഡീടോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ബ്രേക്ക് കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബ്രേക്ക് കൊടുക്കുമ്പോൾ പോലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും ലാക്ക് ചെയ്യാത്ത രീതിയിലായിരിക്കണം ഈ ഒരു ഡീടോക്സ് ഡയറ്റ് ചെയ്യേണ്ടത്. പട്ടിണി കിടന്നുകൊണ്ടല്ല ഡീടോക്സ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറ്റും കൂടെ നമ്മൾ ഇത്തവണ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടാനായിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലാതിരിക്കാനായിട്ടും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 2.5 to 3 ലിറ്റർ വെള്ളം നിങ്ങൾ എന്തായാലും കുടിക്കാനായിട്ട് നോക്കുക. പലരും വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും കോംപ്രമൈസ് കാണിക്കുന്ന കാണാറുണ്ട്. നാളെ മുതൽ ശരിയാക്കാൻ ചേച്ചി, മറ്റന്നാൾ മുതൽ ശരിയാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇനീഷ്യൽ ഡേയ്സ് ആണ് ഇത്. അതായത് നിങ്ങളുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം എടുത്തില്ലേ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് വീക്ക് 1 ആകുമ്പോഴേക്ക് തന്നെ നിങ്ങൾ ടോട്ടലി ടയേർഡ് ആയി പോകും. അപ്പൊ അതിനേക്കാളും നല്ലത് നിങ്ങൾ നാളെയോ മറ്റന്നാളെയോ നാളെ നീളെ എന്ന് പറയുന്നതിനേക്കാളും നല്ലത്
തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക കോംപ്രമൈസും കാണിക്കാതിരിക്കുക. 2.5 to 3 ലിറ്റർ വെള്ളം എന്തായാലും എല്ലാവരും തന്നെ കുടിച്ചിരിക്കണം. പിന്നെ നമുക്ക് ഈ ഡയറ്റിൽ അറിയാലോ, പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഷുഗർ, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഒന്നും തന്നെ ഇല്ല. അതൊക്കെ നിങ്ങൾ വീക്ക് 1 ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഒരു തരത്തിലും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും, നമ്മൾ ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ നമുക്കൊരു ക്രേവിങ്സോ അല്ലെങ്കിൽ ഒരു വിശപ്പൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വിശപ്പ് വരുമ്പോൾ നമ്മൾ അത് ശരിക്കുള്ള വിശപ്പാണോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള നമുക്കുള്ള ക്രേവിങ്സ് ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പുവരുത്താം. അതെങ്ങനെ ഉറപ്പുവരുത്തുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ക്രേവിങ്സ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് കഴിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം തോന്നുന്നു. അതായത് ഇപ്പം എനിക്ക് ഒരു കാര്യം ഇപ്പൊ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ബർഗർ കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നു. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ക്രേവിങ്സ് തന്നെയാണ്. ഇനി വിശപ്പാണെങ്കിലോ, ശരിക്കും വിശപ്പാണെങ്കിൽ നമുക്ക് എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ വിശപ്പ് മാറും. ഇവൺ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ഒരുവിധം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ ക്രേവിങ്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത്, ക്രേവിങ്സ് പെട്ടെന്ന് ഒരൊറ്റ പോയിന്റിലാണ് നമുക്ക് ഉണ്ടാവുക. അതായത് പെട്ടെന്ന് ഒരു പിക്ചർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ പറ്റി ആലോചിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക, എനിക്ക് ഈ ഫുഡ് കഴിക്കണം. ചിലപ്പോൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ അതിനകത്തൊരു ബർഗറിന്റെ പിക്ചർ ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് ബർഗർ കഴിക്കാൻ തോന്നും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്മസിനെ പറ്റി ആലോചിക്കുമ്പോൾ കേക്ക് കഴിക്കാൻ തോന്നും. ഇതൊക്കെ എന്ന് പറയുന്ന ക്രേവിങ്സ് ആണ് കേട്ടോ, ഇത് വിശപ്പല്ല. അപ്പൊ വിശപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യെ പയ്യെ തുടങ്ങുള്ളൂ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ, ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമുക്ക് ലഞ്ച് ബ്രേക്ക് നമുക്ക് അറിയാം. അപ്പൊ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വയറിൽ ചുമ്മാ ഇങ്ങനെ വിശപ്പ് വരാനായിട്ട് തോന്നും, ഒരു സൗണ്ട് ഒക്കെ കേൾക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ എന്താ പറയുക വന്ന് പിന്നീട് നല്ല എക്സ്ട്രീം ആയിട്ട് മാറുന്ന ഒരു സംഭവമാണ് വിശപ്പ്. ആ വിശപ്പിൽ നമുക്ക് എന്ത് ഫുഡ് കിട്ടിയാലും നമുക്ക് കഴിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളാത്ത ഫുഡ് ആണെങ്കിൽ പോലും നമ്മളൊന്ന് ഓക്കെ കഴിച്ചു നോക്കാം എന്നുള്ള രീതിയിലെത്തും. അതാണ് വിശപ്പ്. അപ്പൊ വിശപ്പും ക്രേവിങ്സും ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയണം. അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ മീൽസും സ്നാക്സും ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെയുള്ളത്, ഇത് എത്ര സിമ്പിൾ ആയിട്ടുള്ള ചാലഞ്ച് ആണ്, നമുക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എന്നൊക്കെ ഞാൻ മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്നാലും നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസും പലതരത്തിലുള്ള എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, നമ്മുടെ കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അതിനകത്ത് ഷെയർ ചെയ്ത് നമ്മൾ ടാഗ് ചെയ്ത് ചോദിക്കാം എങ്ങനെയാണ് ഞാൻ ഇത് ഓവർകം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം എനിക്കും ചെയ്യാൻ പറ്റണം എന്നുള്ളതൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ആർക്കും 10 പേർക്ക് പറ്റിയാലും 11ാമത്തെ ആൾക്ക് ചിലപ്പം ഒന്നും പറ്റണമെന്നില്ല. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. പക്ഷെ ലെയിം എക്സ്ക്യൂസസ് ആണെങ്കിൽ അത് ഒഴിവാക്കി മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ ഈ ഒരു ചലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഇവൻ 10 മിനിറ്റ്സ് പോലും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ടൈമില്ല. പക്ഷെ അവരുടെ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം 2 മണിക്കൂർ 3 മണിക്കൂർ സ്ക്രീൻ ടൈം ഉണ്ടാവും. അതിനകത്ത് ഒരു 10 മിനിറ്റ് ആണ് നമ്മൾ സ്ക്വീസ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്, വർക്ക്ഔട്ട് ചെയ്യാൻ. പക്ഷെ അതൊന്നും ടൈം ഇല്ല എന്ന് പറയുന്നത് വെറും എക്സ്ക്യൂസ് മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഒരു മിനിമം 10 മിനിറ്റ് എങ്കിലും നമുക്ക് ഉണ്ടാവണം. അത് എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീൻ കൊണ്ടുപോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു മിനിമം 10 മിനിറ്റ് നിങ്ങൾക്ക് സ്ക്വീസ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഡയറ്റ് പ്ലാൻ ഞാൻ ഇന്നത്തെയും പോലെ തന്നെ പിന്നെ കമന്റ് സെക്ഷനിൽ പിന്ന് ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 3 o'clock ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ ഇട്ടേക്കാം. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഡയറ്റ് പ്ലാൻ എല്ലാവരും പ്രോപ്പർ ആയിട്ട് നോക്കി വെക്കുക. ആവശ്യമുള്ള ഗ്രോസറീസ് ഒക്കെ മേടിച്ച് വെക്കുക. പ്രോപ്പർ ആയിട്ട് വീക്ക് 2 കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇനി ഒരൊറ്റ വീക്കും കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസും നല്ലൊരു ഇഞ്ച് ലോസും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. പിന്നെയുള്ളത് വർക്ക്ഔട്ട് ആണ്. വർക്ക്ഔട്ട് നാളെ സൺഡേ 2 PM ആകുമ്പോഴേക്കും വരുന്നതായിരിക്കും. ഇപ്രാവശ്യം കിഡിലനായിട്ടുള്ള ഒരു വർക്ക്ഔട്ടാണ്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന, ബോഡി എൻഗേജ്ഡ് ആവുന്ന, നിങ്ങളുടെ മടിയൊക്കെ മാറുന്ന തരത്തിലുള്ള ഒരു വർക്ക്ഔട്ട് ആയിരിക്കും. അപ്പം വരുന്ന തിങ്കളാഴ്ച മുതൽ ആ വർക്ക്ഔട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഒരൊറ്റ ഗ്യാരണ്ടി മാത്രം ഞാൻ തരാം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് റൂട്ടീനും ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രോപ്പർ റിസൾട്ട് കിട്ടിയിരിക്കും. അത് നിങ്ങളുടെ ഇഞ്ച് ലോസ് ആണെങ്കിലും വെയിറ്റ് ലോസ് ആണെങ്കിലും നിങ്ങളുടെ ടോട്ടൽ എനർജി ലെവൽ ആണെങ്കിലും അങ്ങനെ കംപ്ലീറ്റ്ലി നല്ലൊരു മാറ്റമായിരിക്കും ഒരു 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം സിൻസിയർ ആയിട്ട് ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളാണെങ്കിൽ നമ്മളെ ടാഗ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സും ചാലഞ്ചസും ഒക്കെ പറയാവുന്നതാണ്. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.